ഇപ്പോഴും ശ്രീമതി ഐഷ പോറ്റി കൊട്ടാരക്കര നിയോജകമണ്ഡലത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF കാൻഡിഡേറ്റ് ആണെന്നൊന്നും ഞങ്ങളാരും വിശ്വസിക്കുന്നില്ല. കാരണം കോൺഗ്രസിന്റെ നിലപാട് അങ്ങനെയാണ്. അത് വിടക്കാക്കി തനിക്കാക്കുക എന്നുള്ള നിലയിലല്ലാതെ നിർത്തിയാൽ സബിൻ സത്യന്റെ അനുഭവവും തീർച്ചയായിട്ടും അവർക്ക് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുള്ള ഒരു തത്വമില്ല. ലേലം സിനിമയിൽ സോമൻ പറയുന്നത് പോലെ ഒന്ന് ഉറക്ക കരയാൻ പോലുള്ള അവസരം ഉണ്ടായെന്നും വരില്ല. ഒരു കാര്യം ഇച്ഛാശക്തിയോടെ ചെയ്യാൻ കഴിയാത്ത, ആ ഒരു ധീരത കാണിക്കാൻ കഴിയാത്തതായ ഒരു വനിതയായിരുന്നു യഥാർത്ഥത്തിൽ ഐഷ പോറ്റി എന്ന് ഇപ്പോഴെങ്കിലും പറയാൻ കഴിഞ്ഞത് ചരിതാർത്ഥ്യം. അതിനുശേഷം ഉമ്മൻചാണ്ടി സർക്കാർ വന്നു, ഒരു കല്ല് പോലും അതിൽ എടുത്തു വെക്കാൻ കഴിഞ്ഞിട്ടില്ല. പണി പൂർത്തീകരിക്കുന്നത് പിന്നീട് പിണറായി ഗവൺമെന്റ്, അത് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴാണ് അത് പണി പൂർത്തീകരിക്കുന്നതും പിണറായി അത് ഉദ്ഘാടനം ചെയ്യുന്നു. ഇപ്പോൾ കൊട്ടാരക്കരയിലെങ്ങും സംസാര വിഷയം മുൻ MLA പി ഐഷ പോറ്റിയെ കുറിച്ചാണ്. ഐഷ പോറ്റി CPM വിട്ട് കോൺഗ്രസിലെത്തിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2 ആഴ്ചയായി അവർ കോൺഗ്രസിൻ്റെ മെമ്പർഷിപ്പ് സ്വീകരിച്ചിട്ട്. അവർ കോൺഗ്രസിൽ ചേരുന്നതിന് മുമ്പ് തന്നെ, പാർട്ടി വിട്ടപ്പോൾ തന്നെ, CPM വിട്ടപ്പോൾ തന്നെ അവരെക്കുറിച്ച് സൈബർ ഇടത്തിലും അല്ലാതെയും ഒക്കെ വലിയ ആക്രമണങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, CPM മാത്രമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഓരോ ഘടകകക്ഷികളും അവരാൽ ആവുന്നത്, അണ്ണാങ്കുഞ്ഞൻ തന്നാലായത് എന്ന് പറഞ്ഞതുപോലെ അവരവരെ കൊണ്ടാകുന്ന രീതിയിൽ സൈബർ ഇടങ്ങളിലും അല്ലാതെയും ഒക്കെ ഐഷ പോറ്റിക്കെതിരെ ആരോപണങ്ങളും അനാവശ്യമായ അപവാദങ്ങളും ഒക്കെ പടച്ചുപിടിക്കുകയാണ്. ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല, 15 വർഷം അവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പ്രത്യേകിച്ച് CPM-ൽ നിന്നപ്പോൾ ഇല്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ അവർ CPM വിട്ട് CPM-ന്റെ പടിയിറങ്ങി കോൺഗ്രസിലെത്തിയപ്പോൾ കേൾക്കുന്നത്. ശ്രീമതി ഐഷ പോറ്റി കോൺഗ്രസിലെത്തിയതിനെ കുറിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ നിയോജകമണ്ഡലം പ്രസിഡന്റ് ശ്രീ മാത്യു സാമാണ് എന്നോടൊപ്പം ഉള്ളത്. മാത്യു സാമിന്റെ അഭിപ്രായം ഒന്ന് കേൾക്കാം. ശ്രീമതി ഐഷ പോറ്റി 15 വർഷക്കാലം കൊട്ടാരക്കര നിയോജകമണ്ഡലത്തിന്റെ പ്രതിനിധിയായിരുന്നു, നിയമസഭാംഗമായിരുന്നു. വികസന പ്രവർത്തനങ്ങളിലൊക്കെ അവരാവോളം പരിശ്രമിച്ചില്ലെന്ന് പറയുന്നില്ല. അതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ. പക്ഷെ അവർ കോൺഗ്രസിൽ പോയി എന്ന് പറയുമ്പോഴും CPM-ന്ന് രാജിവെച്ചോ ആ നിലയിൽ പോയതല്ല. കോൺഗ്രസിന്റെ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്ത് അതിലേക്ക് നേരെ ചെല്ലുകയായിരുന്നു ചെയ്തത്. അല്ലാതെ കോൺഗ്രസ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നോ CPM-ൽ നിന്നോ രാജിവെച്ചിട്ടല്ല അവർ കോൺഗ്രസിനെ പോയി അംഗത്വം എടുത്തത്. മറ്റൊന്ന്, 15 വർഷക്കാലം ഇവിടെ പ്രതിനിധിയായിരിക്കുമ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആദ്യ VS അച്യുതാനന്ദ മന്ത്രിസഭയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഉമ്മൻചാണ്ടി മന്ത്രിസഭ ഇരിക്കുമ്പോഴും അംഗമായിരുന്നു. പിന്നീട് പിണറായിയുടെ ഒന്നാം ഗവൺമെന്റ് ഉള്ളപ്പോഴും അതിൽ അംഗമായിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിയമസഭാ അംഗമായിരിക്കുന്ന ആ കാലഘട്ടത്തിൽ മാത്രമാണ് കൊട്ടാരക്കരയിൽ ശ്രീമതി ഐഷ പോറ്റിക്ക് എന്തെങ്കിലും വികസന പരിപാടികൾ നടത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. അതിന്റെ അർത്ഥം അന്ന് അച്യുതാനന്ദ മന്ത്രിസഭയും അതിനുശേഷം ഉമ്മൻചാണ്ടി സർക്കാരിന് ശേഷം വന്ന പിണറായി സർക്കാരുമായിരുന്നു കൊട്ടാരക്കരയുടെ വികസനത്തിന് ആവശ്യമായ ഫണ്ട് നൽകിയിരുന്നത്. ബഹുമാനിയായ ഐഷ പോറ്റി തന്നെ പറഞ്ഞിരിക്കുന്നത് ഈ 15 കൊല്ലം കൊണ്ട് 1000 കോടിയുടെ പദ്ധതി കൊട്ടാരക്കരയിൽ നടപ്പിലാക്കിയെന്നാണ്. അഭിപ്രായ വ്യത്യാസമില്ല കാര്യത്തിൽ. പക്ഷേ 4.5 വർഷം കൊണ്ട് 1200 കോടി രൂപയുടെ വികസനം ബഹുമാന്യനായ കൊട്ടാരക്കരയുടെ MLA, കേരളത്തിന്റെ സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ ഈ കൊട്ടാരക്കരയിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ മാത്യു സാം പറയുന്നത് കഴിഞ്ഞ 15 വർഷം, അതിലെ 10 വർഷം, അതായത് VS അച്യുതാനന്ദൻ മന്ത്രിസഭയുടെ കാലത്തും പിണറായി ഒന്നാം സർക്കാരിൻ്റെ സമയത്തുമാണ് ഇവിടെ വികസന പ്രവർത്തനങ്ങളെല്ലാം നടന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് വികസന പ്രവർത്തനങ്ങളൊന്നും നടന്നില്ല എന്നുള്ളതാണ് ശ്രീ മാത്യു സാം സൂചിപ്പിക്കുന്നത്. ശരി,
ഞാൻ അതിന്റെ മെറിറ്റിലേക്കോ അല്ലെങ്കിൽ അതിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. അല്ല, അത് പറയുമ്പോൾ അതിന് ഏറ്റവും പ്രധാനമായിട്ട് ശ്രീമതി ഐഷാപ്പൊറ്റിയുടെ വികസന കാര്യത്തെക്കുറിച്ച് പറയുന്നത് നമ്മുടെ കൊട്ടാരക്കര സിവിൽ സ്റ്റേഷനാണ്. അത് അച്യുതാനന്ദൻ സർക്കാർ ഇരിക്കുമ്പോഴാണ് അതിന് തറക്കല്ലിടുന്നത്. ബഹുമാനപ്പെട്ട അന്ന് മുഖ്യമന്ത്രിയായിരുന്ന അച്യുതാനന്ദൻ തന്നെയാണ്. ആ തറക്കല്ലിട്ട് 5 വർഷക്കാലം അതിന്റെ പണി പുരോഗമിച്ചു. അതിനുശേഷം ഉമ്മൻചാണ്ടി സർക്കാർ വന്നു. ഒരു കല്ല് പോലും അതിൽ എടുത്തു വെക്കാൻ കഴിഞ്ഞിരുന്നില്ല. പണി പൂർത്തീകരിക്കുന്നത് പിന്നീട് പിണറായി ഗവൺമെന്റ്, അത് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴാണ് അത് പണി പൂർത്തീകരിക്കുന്നതും പിണറായി അത് ഉദ്ഘാടനം ചെയ്യുന്നതും. രണ്ടാമത്തെ കാര്യം, ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തി ബഹുമാനിയായ ഐഷാപ്പൊറ്റിക്ക് ഉണ്ടായിരുന്നില്ല. 1-2 കാര്യങ്ങൾ അക്കാര്യത്തിൽ പറയാറുണ്ട്. കൊട്ടാരക്കര പോലീസ് സ്റ്റേഷൻ നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലം, അതിന് തൊട്ട് മുമ്പിൽ എക്സൈസിന്റെ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലം ദേവസ്വം ബോർഡിന്റെ ആണ് എന്നുള്ള നിലയിൽ അവർ തർക്കം ഉന്നയിച്ചു. ആ സ്ഥലത്ത് എക്സൈസിന്റെ ഒരു ഓഫീസ് പണിയാനായിട്ട് എല്ലാ സർവകക്ഷി യോഗം അവർ വിളിക്കുകയുണ്ടായി. ഞാനും അതിൽ പങ്കെടുത്തയാളാണ്. ആ സർവകക്ഷി യോഗത്തിൽ അത് ദേവസ്വം ബോർഡിന്റെ ആണ്, അത് വിട്ടുതരാൻ പറ്റില്ല, അതിൽ പണിയാൻ അനുവദിക്കില്ല എന്ന് 1-2 രാഷ്ട്രീയ കക്ഷികളുടെ പ്രതികളുടെ അഭിപ്രായം പറഞ്ഞപ്പോൾ അവിടെ വെച്ച് ആ ചർച്ച സ്റ്റോപ്പ് ചെയ്ത് പിന്നെ അവിടെ അതൊന്നും നടക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഒരു കാര്യം ഇച്ഛാശക്തിയോടെ ചെയ്യാൻ കഴിയാത്ത, ആ ഒരു ധീരത കാണിക്കാൻ കഴിയാത്തതായ ഒരു വനിതയായിരുന്നു യഥാർത്ഥത്തിൽ ഐഷാപ്പൊറ്റി എന്ന് ഇപ്പോഴെങ്കിലും പറയാൻ കഴിഞ്ഞതിൽ ചാരിതാർത്ഥ്യമുണ്ട്. മറ്റൊരു കാര്യവും കൂടെ, കൊട്ടാരക്കരയിൽ ഇപ്പൊ ബൈപ്പാസിനെ കുറിച്ച് നമ്മൾ വളരെ ചർച്ച ചെയ്യുന്ന കാര്യമാണ്. അതിന് മുൻപ്, വർഷങ്ങൾക്ക് മുൻപ് കൊട്ടാരക്കര ജംഗ്ഷനിൽ KP-യുടെ ഭാഗത്തു നിന്ന് ഒരു ഫ്ലൈ ഓവർ പണിയുന്നതിനുള്ള ഒരു തീരുമാനമെടുത്തു. MLA എന്ന നിലയിൽ അവർ അതിൽ പരിശ്രമിക്കുകയും ചെയ്തു. ബഹുമാനായ KB ഗണേഷ് കുമാർ അദ്ദേഹത്തിന്റെ ഒരു നിർദ്ദേശം കൂടെ വെച്ചുകൊണ്ടാണ് ആ ഒരു പദ്ധതി, അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം ആരംഭിച്ചു. ഭൂമി അതിന്റെ ഉറപ്പുണ്ടോ എല്ലാം പരിശോധനയൊക്കെ നടത്തി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൊട്ടാരക്കരയുടെ MP ശ്രീമാൻ കൊടിക്കുന്നിൽ സുരേഷ് ഒരു പ്രസ്താവനയായിട്ട് വരുന്നത്, ഈ ഫ്ലൈ ഓവർ വരുമ്പോൾ പുലമൺ ടൗൺ ഇല്ലാണ്ടാവും, കച്ചവടക്കാർ അവരാകെ ബുദ്ധിമുട്ടിൽ വരും, അതുകൊണ്ട് ഇത് ഒരു കാരണവശാലും അനുവദിക്കുകയില്ല. പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് അത് ഏറ്റെടുത്തു. ചുരുക്കത്തിൽ ആ പദ്ധതി അവിടെ വെച്ച് തന്നെ ഉപേക്ഷിച്ചു. അതുകൊണ്ടാണ് പറഞ്ഞത്, അവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA ആയിരുന്നപ്പോൾ പോലും ഒരു MLA എന്നുള്ള നിലയിൽ ഒരു നിലപാടുമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാത്യു സാം നേരത്തെ പറഞ്ഞു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് കോൺഗ്രസിലേക്ക്, അതായത് CPM-ൽ നിന്ന് കോൺഗ്രസിലേക്ക് ശ്രീമതി ഐഷാപ്പൊറ്റി വന്നത് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിട്ടല്ല എന്നാണ്. അതിനു മുൻപേ കോൺഗ്രസിന്റെ എന്തോ പരിപാടിയിൽ പങ്കെടുത്ത് അങ്ങനെ അങ്ങ് പോയതാണെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. നമുക്കറിയാം, ശ്രീമാൻ ഉമ്മൻചാണ്ടി, മുൻ മുഖ്യമന്ത്രിയായ, ജനകീയനായ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി, ആ ഉമ്മൻചാണ്ടിയുടെ ഒരു അനുസ്മരണ സമ്മേളനത്തിൽ, കോൺഗ്രസ് സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനത്തിൽ മുൻ MLA എന്നുള്ള നിലയിൽ ആ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് MLA ആയിരുന്ന ശ്രീമതി ഐഷാപ്പൊറ്റി, ആ നിലയ്ക്കാണ് ഐഷാപ്പൊറ്റിയെ ആ പരിപാടിയിലേക്ക് കോൺഗ്രസ്സുകാർ ക്ഷണിക്കുന്നതും അവർ പോകുന്നത്, അപ്പോൾ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുന്നത്. അങ്ങനെ ആ പരിപാടിയിൽ പങ്കെടുത്ത് അവർക്കുണ്ടായ അനുഭവങ്ങൾ, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നിയമസഭയിലും സർക്കാരിലും ഒക്കെ അവർക്കുണ്ടായ അനുഭവങ്ങൾ അവർ ആ യോഗത്തിൽ തുറന്നു പറഞ്ഞു. അന്നവർ പാർട്ടി വിട്ടിട്ടില്ല. അതിനുശേഷം, അതിപ്പോൾ നടന്നിട്ട് തന്നെ വേണ്ട 1 വർഷത്തിൽ കൂടുതലായി. അതിനുശേഷമാണ് ഈ അടുത്ത സമയത്താണ്, കഴിഞ്ഞ എനിക്ക് തോന്നുന്നു 1 മാസം മുമ്പാണ് അതിന് അവർ കോൺഗ്രസിന്റെ പരിപാടികളിൽ പങ്കെടുക്കുന്നത്. CPM വിട്ട് കോൺഗ്രസിലേക്ക് കൂടുതൽ പരിപാടികൾ പങ്കെടുക്കാനും കോൺഗ്രസ് നേതാക്കന്മാരോടൊപ്പം പല വേദികൾ പങ്കിടാനും തുടങ്ങിയത്. ഏറ്റവും ഒടുവിലായി തിരുവനന്തപുരത്തെ രാജ്ഭവന്റെ മുന്നിൽ, ലോക്ഭവന്റെ മുന്നിൽ, മുൻ രാജ്ഭവൻ, ഇപ്പോഴത്തെ ലോക്ഭവന്റെ മുന്നിൽ കോൺഗ്രസ് UDF-ഉം നടത്തിയ രാപ്പകൽ സമരത്തിൽ പങ്കെടുക്കാൻ ഐഷാപ്പൊറ്റി അവിടെ എത്തിയിരുന്നു. യഥാർത്ഥത്തിൽ അന്നാണ് ഔദ്യോഗികമായി ഒരു കോൺഗ്രസിന്റെ പരിപാടിയിൽ അവർ പങ്കെടുക്കുകയും മെമ്പർഷിപ്പ് സ്വീകരിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് അവർ കോൺഗ്രസിന്റെയും UDF-ന്റെയും പരിപാടികളിലൊക്കെ പങ്കെടുക്കുകയും അവരോടൊപ്പം വേദി പങ്കിടുകയും ഒക്കെ ചെയ്യുന്നത്.
ഔദ്യോഗികമായി തന്നെ CPM നിന്നും രാജിവെച്ചു തന്നെയാണ് അവർ UDF അല്ലെങ്കിൽ കോൺഗ്രസിൽ എത്തിയതെന്ന് അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, എന്തുകൊണ്ടാണ് അവർ CPM പോലെയുള്ള ഒരു പാർട്ടി വിടാനുള്ള ഒരു കാരണം അവർ അടിയുറച്ച ഒരു CPM കാരിയായിരുന്നു. വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ SFI മുതൽ അവർ CPM നയങ്ങളിലും അവരുടെ തത്വങ്ങളിലൊക്കെ ആകർഷിച്ച് അവരോടൊപ്പം സഹയാത്രികയായിരുന്നു. അവര് അഭിഭാഷകയായിരുന്നു, അഭിഭാഷക യൂണിയന്റെ ഭാരവാഹിയും ഒക്കെ ആയിരുന്നു. CPM ലേബലിൽ, അതായത് ഇടതുമുന്നണിയുടെ ഭാഗമായി ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കുന്നതിന് മുമ്പും അവർ ഒരു CPM സഹയാത്രികയായിരുന്നു. അങ്ങനെയുള്ള ഒരാൾ 10 വർഷം ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു, 15 വർഷം MLA ആയിരുന്നു. അങ്ങനെ 25 വർഷം കൊട്ടാരക്കരയെ വിവിധ തലങ്ങളിൽ ജനങ്ങളെ പ്രതിനിധീകരിച്ച ഒരു ജനപ്രതിനിധിയായിരുന്നു അവർ. അങ്ങനെയുള്ള ഒരാൾ ആ പാർട്ടി വിടണമെങ്കിൽ, ആ പാർട്ടിയുടെ പടിയിറങ്ങണമെങ്കിൽ കാതലായ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, ഇല്ലേ? തീർച്ചയായും ഉണ്ട്. അങ്ങനെയുള്ള ഒരാൾ പെട്ടെന്ന് പാർട്ടി വിടുമോ? അങ്ങനെ ഒരാൾ പാർട്ടി വിടില്ല, അവിടെയാണ് തർക്കം. അങ്ങനെ ഒരാൾ പാർട്ടി വിടണമെങ്കിൽ അത് അധികാരമോഹം അല്ല എന്നെങ്ങനെ പറയാൻ കഴിയും? 1 വർഷം മുൻപ് അങ്ങ് പറഞ്ഞതുപോലെ ആദ്യമായി കോൺഗ്രസിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് യശസ്വരനായ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ സമ്മേളനത്തിലാണ്, ആ മീറ്റിങ്ങിലാണ് സംബന്ധിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ പൊതുവേദിയിൽ കോൺഗ്രസിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് കാണുന്നത്. അന്ന് വളരെ അസന്നിഗ്ധമായിട്ട് ശ്രീമതി ഐഷ പോറ്റി പറഞ്ഞത്, ഞാനിത് മുന്നണി മാറുന്നതോ പാർട്ടി വിടുന്നതിന്റെ ഭാഗമല്ല, ഞാനൊരു സ്ഥാനമാനത്തിന് വേണ്ടിയല്ല, ഞാൻ MLA ആയിരിക്കുമ്പോൾ മുഖ്യമന്ത്രിയായിരുന്ന അദ്ദേഹത്തോട് എനിക്ക് അതിയായ ബഹുമാനമുണ്ട്, ആദരവുണ്ട്, എന്നോട് വലിയ വാത്സല്യമായിരുന്നു, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതെന്നുള്ള ഇന്നത്തെ ചാനലുകളുണ്ടല്ലോ, അത് കളവല്ലല്ലോ. അങ്ങനെയുള്ള ഒരാൾ ഈ പാർട്ടിയിൽ, അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി, 3 പ്രാവശ്യം ഇവിടെ MLA ആയി, ബഹുമാന്യനായ കൊട്ടാരക്കരയുടെ സർവ്വ വികസനത്തിനും കാരണഭൂതനായ ശ്രീ R ബാലകൃഷ്ണപിള്ള സാറിനെ പരാജയപ്പെടുത്തി. ഇതെല്ലാം വസ്തുതയാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇടതുപക്ഷത്തിന്റെ ഒരു ശക്തി കേന്ദ്രം എന്നുള്ള നിലയിൽ ആ നിലയിലാണ് ജയിക്കാൻ കഴിഞ്ഞത്. മറ്റൊന്നുകൂടി പറഞ്ഞാൽ 2016 തെരഞ്ഞെടുപ്പിൽ അന്ന് 42,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അന്ന് നമുക്കറിയാം UDF കാൻഡിഡേറ്റ് ശ്രീ സവിൻ സത്യനായിരുന്നു. അന്ന് ഞങ്ങളുടെ പാർട്ടി UDF മുന്നണിയിലാണ്. അന്ന് 2016 UDF ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത് ബഹുമാനപ്പെട്ട അന്ന് മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയായിരുന്നു. കൊട്ടാരക്കര മിനർവ തിയേറ്ററിൽ ഞങ്ങളൊക്കെ എല്ലാവരും വളരെ സജീവമായിട്ട്. അന്ന് DCC പ്രസിഡന്റാണ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്. അന്ന് കൊടിക്കുന്നിൽ സുരേഷും MP-യും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി സാറുമായിട്ട് അകൽച്ചയിലാണ്, അകൽ പോലെ എല്ലാവർക്കും വ്യക്തമാണ്. അന്ന് എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബഹുമാന്യനായ ഉമ്മൻചാണ്ടി സാർ ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ മിനർവ തിയേറ്ററിൽ വലതുവശത്തെ ഗേറ്റിലൂടെ കടന്നു വരുന്നു. അന്ന് വരുമ്പോൾ സംസാരിക്കുന്നത് ശ്രീ K പ്രേമേന്ദ്രൻ MP-യാണ്. ഇദ്ദേഹം അതിനു മുൻപ് തന്നെ ആമുഖ പ്രസംഗം നടത്തി. ഉമ്മൻചാണ്ടി അകത്തേക്ക് കയറിയപ്പോൾ ഇദ്ദേഹം ഒരു പ്രശ്നം പരിഹരിക്കാൻ എന്തുകൊണ്ട് എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ മൈൻഡ് പോലും ചെയ്യാതെ വളരെ പെട്ടെന്ന് തന്നെ കൊല്ലത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയും ചെയ്തു. അവിടെ സവിൻ സത്യന്റെ കൂടെ തെരഞ്ഞെടുപ്പിന് സജീവമായി വർക്ക് ചെയ്ത ഞാൻ അടക്കമുള്ള ആളുകൾക്കറിയാം, കോൺഗ്രസിന്റെയും അന്നത്തെ ഇവിടുത്തെ കോൺഗ്രസ് നേതാവ് ശ്രീ കൊടിക്കുന്നിന്റെയും ഭാഗത്തു നിന്ന് സവിൻ സത്യനോടുള്ള നിലപാട് വളരെ കൃത്യമായിട്ട് അറിയാം. ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ നമ്മൾ സംശയിക്കുന്നു, അന്ന് മുതൽ തന്നെ ഈ കോൺഗ്രസുമായി ഒരു ബന്ധം ശ്രീമതി ഐഷ പോറ്റി നിലനിർത്തിയിരുന്നു എന്നുള്ളതാണ്. അല്ലാതെ നമുക്കെല്ലാം അറിയാം, 42,000 വോട്ടിന്റെ ഭൂരിപക്ഷം സ്വാഭാവികമായിട്ട് കൊട്ടാരക്കരയിൽ LDF അത്ര കിട്ടുന്ന ഒരു സാഹചര്യമില്ല. എന്നാൽ ഇന്നത് മാറിയിട്ടുണ്ട്. കൊട്ടാരക്കരയിൽ ഒരു മുനിസിപ്പാലിറ്റിയും ബാക്കി 7 പഞ്ചായത്തുകളിലും, ഒരു പഞ്ചായത്തിൽ മാത്രമാണ് കോൺഗ്രസിന് അധികാരത്തിൽ ഇരിക്കുന്നത്, ഒരിടത്ത് BJP അധികാരത്തിൽ ഇരിക്കുന്നു. ബാക്കി മുഴുവൻ പഞ്ചായത്തിലും കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ ഭൂരിപക്ഷത്തിൽ ഇരിക്കുകയാണ്.
30 വാർഡുള്ള കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയിൽ വെറും 7 സീറ്റ് മാത്രമാണ്, കൗൺസിൽ മാത്രമാണ് കോൺഗ്രസിന് വിജയിപ്പിക്കാൻ കഴിഞ്ഞത്. ഒരാൾ റിബലുമായിട്ട് വിജയിച്ചിട്ടുണ്ട്. അതാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ സ്ഥിതി. മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോഴും ശ്രീമതി ഐഷ പോറ്റി കൊട്ടാരക്കര നിയോജകമണ്ഡലത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF കാൻഡിഡേറ്റ് ആണെന്നൊന്നും ഞങ്ങളാരും വിശ്വസിക്കുന്നില്ല. കാരണം കോൺഗ്രസിന്റെ നിലപാട് അങ്ങനെയാണ്. അത് വിടക്കാക്കി തനിക്കാക്കുക എന്നുള്ള നിലയിലല്ലാതെ നിർത്തിയാൽ സവിൻ സത്യന്റെ അനുഭവവും തീർച്ചയായിട്ടും അവർക്ക് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ലേലം സിനിമയിൽ സോമൻ പറയുന്നത് പോലെ ഒന്ന് ഉറക്ക കരയാൻ പോലുള്ള അവസരം ഉണ്ടായെന്നും വരില്ല. ഒരു പരാതിയായിട്ട് പോകാൻ അവസരമുണ്ട്. ഇപ്പോഴും ബഹുമാനിയായ ഐഷ പോറ്റി അവർക്ക് കോൺഗ്രസിന്റെ ഈ പറയപ്പെടുന്ന നേതാക്കന്മാർ അവർക്ക് ലക്ഷ്മണരേഖ വരച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒരു പരിധി വിട്ടുപോകാൻ കഴിയാത്ത നിലയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലായിരുന്നപ്പോൾ MLA ആയിരുന്നപ്പോഴും അങ്ങനെ അത്തരത്തിൽ പാർട്ടി അവർക്കൊരു നിയന്ത്രണം വെച്ചിരുന്നില്ല. സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അവസരം കൃത്യമായി നൽകിയിട്ടുണ്ട്. പിന്നെ ഏതിന്റെ അടിസ്ഥാനത്തിലാണ് പോയത് എന്ന് ബഹുമാന്യനായ അങ്ങയോടെ ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ അങ്ങയോടെ എനിക്കത് പറയേണ്ടതില്ല, വളരെ വ്യക്തമായിട്ട് അറിയാവുന്നു. 15 വർഷം MLA ആയിരുന്നു, 10 വർഷം ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്ന ശ്രീമതി ഐഷ പോറ്റി എന്തുകൊണ്ട് CPM വിട്ടു എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം അവർ പലതവണ പല വേദികളിൽ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ കൊട്ടാരക്കരയിൽ സംഘടിപ്പിച്ച മഹാസമ്മേളനം എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ അതൊരു ജനസമുദ്രം തന്നെയായിരുന്നു. അവരെ കേൾക്കാൻ തടിച്ചുകൂടിയ ജനം അവരെ സാക്ഷി നിർത്തി പറഞ്ഞു. കൊട്ടാരക്കരയിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അത് മാത്യു സാം തന്നെ നേരത്തെ പറഞ്ഞു. കഴിഞ്ഞ 10 കൊല്ലം 15 കൊല്ലം അവർ MLA ആയിരുന്നപ്പോൾ 10 കൊല്ലം ഇവിടെ വികസന പ്രവർത്തനങ്ങൾ 1000 കോടിക്ക് പുറത്ത് തുകയ്ക്കുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്ന്. ശരിയാണ്. അവർ തുടങ്ങി വെച്ച പദ്ധതികളാണ്. അവർക്ക് ശേഷം വന്ന KN ബാലഗോപാൽ, അദ്ദേഹം ഇവിടുന്ന് MLA ആയി ജയിച്ചു പോയി. അദ്ദേഹം മന്ത്രിയായി, ധനകാര്യ വകുപ്പ് മന്ത്രിയായി. അദ്ദേഹം തന്നെ ഒരു പദ്ധതി ഇവിടെ നടത്തി, ഒരു വികസന പദ്ധതി ഇവിടെ നടത്തിയിട്ടില്ലെന്നാണ് ജനം വിലയിരുത്തുന്നത്. കാരണം അദ്ദേഹം ചെയ്തെന്ന് അവകാശപ്പെടുന്ന കാര്യങ്ങൾ മുഴുവൻ നേരത്തെ ഐഷ പോറ്റി കൊണ്ടുവന്ന പദ്ധതികൾ തന്നെയാണ്. അവർ കല്ലിട്ടതും അവരുടെ സമയത്ത് അനുവദിച്ചതും അതിനുള്ള സാങ്ഷൻ കിട്ടിയതും ഒക്കെയായ പദ്ധതികളാണ് ബാലഗോപാൽ ഇവിടെ നടത്തിയത്. പിന്നെ അവർ കൊണ്ടുവന്ന ഫ്ലൈ ഓവർ ഉപേക്ഷിച്ചിട്ട് ബൈപ്പാസ് തുടങ്ങാൻ പോകുന്നു. ഈ ബൈപ്പാസ് എന്ന് പറയുന്നതും ഒരു ആകാശ സർവേ നടത്തി ആളുകളെ വിഡ്ഢികളാക്കി നിർത്തിയിരിക്കുകയാണ് ഈ സമയം വരെ. പൈസ ഇപ്പോൾ കൊടുക്കും, സ്ഥലം ഏറ്റെടുക്കും, ഉടനെ വരും. കഴിഞ്ഞ 4.25 വർഷമായിട്ട് നടക്കാത്ത കാര്യമാണ് ഈ 3 മാസം കൊണ്ട് ഇനി വന്ന ഒരു 2 മാസം കൊണ്ട് നടത്താൻ പോകുന്നത് എന്നുള്ളൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നു. അത് വരട്ടെ, വന്നെന്ന് പറയാം. ബൈപ്പാസ് വരുന്നത് നല്ലതാണ്, വരട്ടെ. അതിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല. നേരത്തെ പല പ്രാവശ്യം നമ്മളത് പറഞ്ഞ കാര്യങ്ങളാണ്. അല്ലാതെ എന്ത് കാര്യമാണ് കൊട്ടാരക്കരയ്ക്ക് വേണ്ടി ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാൽ ചെയ്തത്? സാധാരണ മുൻപുള്ള ധനകാര്യ വകുപ്പ് മന്ത്രിമാരുടെ മണ്ഡലങ്ങളിൽ ഒന്ന് ചെന്ന് നോക്കണം. മാത്യു സാമിന്റെ നേതാവായ ശ്രീ KM മാണി പാലായിലോട്ട് ചെന്ന് നോക്കണം എന്തൊക്കെയാണ് അവിടെ ചെയ്തിട്ടുള്ളതെന്ന്. ഇനി മറ്റൊരു കാര്യം, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഐഷ പോറ്റിയുടെ സ്ഥാനാർത്ഥിയാണോ ഇല്ലയോ എന്നൊന്നും പറയാൻ കഴിയില്ല എന്ന് മാത്യു സാം പറഞ്ഞു. അടുത്ത തെരഞ്ഞെടുപ്പിൽ മാണി ഗ്രൂപ്പ് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ കാണുമോ എന്നുള്ളതിന് വ്യക്തമായ ഉത്തരം മാത്യു സാമിന് പറയാൻ പറ്റുമോ? അതുപോലും തുലാത്രാസില. അതിനുള്ള കാരണങ്ങൾ പിന്നീട് പറയാം. ഒരിക്കലും മനസ്സോടുകൂടിയല്ല അവർ CPMന്റെ പടി ഇറങ്ങിയത്. അവരെ ഇറക്കിയതാണ്, പടിയിറക്കി പിണ്ടം വെച്ചതാണ്. കാരണം അവർ തുടങ്ങി വെച്ച ഒരു പദ്ധതികളിൽ പോലും അതിൻ്റെ ഉദ്ഘാടനങ്ങൾ നടന്നപ്പോൾ അവരെ ക്ഷണിച്ചില്ല. നോട്ടീസുകൾ കൊണ്ട് കൊടുക്കുന്നതല്ലാതെ അവരുടെ പേരതിനകത്ത് വയ്ക്കുകയോ അവരെ ക്ഷണിക്കുകയോ ചെയ്തിട്ടില്ല. അവരെ അവഗണിച്ചു. എല്ലാ കാര്യത്തിലും അവർ ഒരുപാട് കാര്യങ്ങൾ അവർ തന്നെ അത് പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുണ്ട്. അവർ നമ്മുടെ മുന്നിൽ തന്നെ, നമ്മുടെ ഈ ചാനലിൽ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തീർത്തും സഹിക്കവയ്യാതെയാണ് അവര് CPMന്റെ പടി ഇറങ്ങിയത്.
അവരെ പുകച്ച് പുറത്ത് ചാടിച്ചതാ. നമ്മൾ പണ്ട് പറയുന്ന പോലെ പുകച്ച് പുറത്ത് ചാടിച്ചതാ. എന്നിട്ടാണ് അവർക്കെതിരെ ഈ ആക്രമണങ്ങൾ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടുത്തെ മുൻ മുനിസിപ്പൽ ചെയർമാനും ഇപ്പോഴത്തെ കൗൺസിലറുമായ SR രമേശ് ഉൾപ്പെടെയുള്ള കുട്ടി നേതാക്കന്മാരൊക്കെ, കുട്ടി സഖാക്കളൊക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നുണ്ട്. അവരുടെ വീടിന്റെ മുന്നിലത്തെ സ്റ്റെപ്പ് റോഡിലേക്ക് ഇറങ്ങിയിരിക്കുക, അത് പൊളിച്ചു മാറ്റണം, ഇല്ലെങ്കിൽ അവരെ അങ്ങ് പ്രോസിക്യൂട്ട് ചെയ്യും. അവരുടെ ഓഫീസ് പൊളിച്ചു മാറ്റണം, കാർഷെഡിന്റെ മേളിലുള്ള ഓഫീസ് പൊളിച്ചു മാറ്റണം, ഇല്ലെങ്കിൽ അവരെ ജയിലിലടയ്ക്കും എന്നൊക്കെ. നാണമില്ലല്ലോ ഇതൊക്കെ പറയാൻ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കഷ്ടം. മുൻ കൊട്ടാരക്കര മുനിസിപ്പൽ ചെയർമാൻ ശ്രീ SR രമേശ് അവർ വളരെ വ്യക്തമായി അക്കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞത് വളരെ വാസ്തവമാണ്. അവിടെ ആ റോഡിനുള്ള വീതി ഇപ്പൊ അങ്ങ് തന്നെ പറഞ്ഞു, ബഹുമാനിയായ ഐഷ പോറ്റി 1000 കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തി. അപ്പൊ അതിൽ റോഡ് വികസനം ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ട്. ഒരു കാർ പോകാനുള്ള വീതി മാത്രമാണ് ആ വീടിന് മുന്നിലൂടെ ഉള്ളത്. അപ്പോൾ ആ അത്തരത്തിൽ ശ്രീ SR രമേശ് പറഞ്ഞത് വളരെ വ്യക്തമാണ്. ആ നിലയിൽ ഇറക്കി അത് പടിവെട്ടിച്ച് വെച്ചിരിക്കുന്നതും, അതുപോലെ തന്നെ ഒരു MLA ഓഫീസ് സ്വാഭാവികമായിട്ട് കാർ ഷെഡിന്റെ മേളിൽ അങ്ങനെ തട്ടിക്കൂട്ടി ഇത് ചെയ്യേണ്ട കാര്യമില്ല. അതിന്റെ ഗതികേട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഇല്ല. സ്വാഭാവികമായിട്ട് അതിന് ആനുപാതികമായിട്ട് ഓഫീസൊക്കെ തുറക്കാവുന്നതാണ്, പൊതുജനങ്ങൾ വരുന്നതാണ്. അവിടെ ഒരു വാഹനം പാർക്ക് ചെയ്യാൻ സൗകര്യമില്ല. പാർക്ക് ചെയ്യാൻ പോയിട്ട് ഒരു വാഹനം വന്നാൽ പോകാൻ കഴിയല്ല. അപ്പൊ ആ പറഞ്ഞതൊക്കെ വസ്തുതയാണ്. ഒരുപക്ഷെ എന്തുകൊണ്ട് അന്ന് പറഞ്ഞില്ല എന്ന് ചോദിച്ചാൽ അതൊക്കെ അന്ന് മനസ്സിലുണ്ടല്ലോ, ആളുകൾക്കൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതല്ലേ അത്. പിന്നെ ഒരിക്കലും ബഹുമാനിയായ ഐഷ പോറ്റിയെ ഇടതുപക്ഷ ജനാധിപത്യ പാർട്ടിയുടെ കാര്യം എനിക്കറിയത്തില്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രോഗ്രാമുകളിൽ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഞങ്ങൾ ചെന്നതിന് ശേഷം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്, ഗവൺമെന്റ് കൊണ്ടുവരുന്ന പ്രത്യേകിച്ച് കൊട്ടാരക്കര MLA എന്നുള്ള നിലയിലും ധനകാര്യ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ, ഓഫീസുകളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ പിന്നാലെ പറയാം. അത്തരത്തിൽ വരുന്ന സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് ഐഷ പോറ്റിയുടെ പിന്തുടർച്ചയായിട്ട് വരുന്നതായ പ്രവർത്തനങ്ങൾ, അതൊക്കെ ഫോളോ അപ്പ് ചെയ്യുകയും അതൊക്കെ നിശ്ചിത സമയത്തിനുള്ളിൽ അതൊക്കെ ചെയ്യുകയും അപ്പോൾ തന്നെ ഒരു വല്യേച്ചി എന്നുള്ള അവരുടെ ഒരു സഹോദരി എന്നുള്ള നിലയിൽ ഈ വളരെ ലാളിത്യവും എളിമത്വവും ഉള്ള ഒരു MLA ആണ് കൊട്ടാരക്കര MLA ബഹുമാന്യനായ KN ബാലഗോപാൽ അവർ. ആരോടും ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല അദ്ദേഹം. നേരിട്ട് ഇവര് ഈ പറയപ്പെടുന്ന കോൺഗ്രസിൽ അംഗമാകുന്നതിന് മുന്നേ തന്നെ, അതിന് 2 ദിവസം മുന്നേയും ഏതാണ്ട് 1 മണിക്കൂറിലധികം അവിടെ ചെന്ന് ബഹുമാനിയായ ഐഷ പോറ്റിയെ ക്ഷണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ പല പ്രാവശ്യം അത് ശ്രീ SR രമേശ് ആയാലും ശ്രീ മുകേഷ് ആയാലും അതുപോലെ തന്നെ ബഹുമാന്യനായ മന്ത്രി ആയാലും പല ഘട്ടങ്ങളിലും ബഹുമാനിയായ ഐഷ പോറ്റിയെ വീട്ടിൽ ചെന്ന് ക്ഷണിക്കുകയും ഇടതുപക്ഷ പ്രോഗ്രാമുകളിലും അതുപോലെ തന്നെ സർക്കാരിന്റെ ഇതുപോലുള്ളതായ പദ്ധതികളിലും ക്ഷണിക്കാറുണ്ട്. പല സന്ദർഭങ്ങളിലും രോഗമാണെന്നുള്ള നിലയിൽ വന്നിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ അതൊന്നും യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിടുന്നതിന് ഈ പറയപ്പെടുന്ന ഘടകങ്ങളൊന്നുമല്ല കാരണം എന്നുള്ളത്. പിന്നെ അങ്ങ് പറഞ്ഞല്ലോ ഞങ്ങളുടെ പാർട്ടി മുന്നണി മാറുമെന്നുള്ളത്. ഇതേവരെ മാറിയിട്ടില്ലല്ലോ. മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ പല രീതിയിലും ഇപ്പൊ തന്നെ നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ കനകൂലു എന്നുള്ള അദ്ദേഹത്തെ പോലുള്ള ആളുകൾ, അദ്ദേഹമൊക്കെയാണ് ഇവരുടെയൊക്കെ പിന്നിൽ എന്നുള്ളത് നമുക്ക് ബോധ്യമായി. കഴിഞ്ഞ 15 വർഷക്കാലം MLA ആയിരുന്ന ശ്രീമതി ഐഷ പോറ്റി അവരുടെ ശരീരഭാഷയും സംസാര രീതിയും അല്ല ഇപ്പോൾ ഉള്ളത്. കോൺഗ്രസ് ഇവിടെ അവർക്ക് സ്വീകരണം നൽകുമ്പോൾ നമുക്കറിയാം, കൊട്ടാരക്കര നിയോജകമണ്ഡലത്തിൽ നിന്ന് മാത്രമല്ല വണ്ടി വന്നത്, വളരെ വ്യക്തം കുണ്ട്രയിൽ നിന്നും അപ്പുറത്ത് പിയോപ്പള്ളിയിൽ നിന്നൊക്കെ വാഹനം ഉണ്ടായിരുന്നു, ആളുകൾ ഉണ്ടായിരുന്നു. ഒന്നോട്ടെ, അതൊന്നും തർക്കമില്ല. പക്ഷേ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് സംസാരിച്ചതിന് ശേഷം അവിടെ ഒരാൾ പോലും ഇല്ല. ശ്രീമതി ഐഷ പോറ്റി അങ്ങ് ആ ചാനലുകൾ നോക്കിയാൽ അറിയാം, പ്രസംഗിക്കുമ്പോൾ ഏതാണ്ട് 50-60 ആളുകൾ മാത്രമേ ഉള്ളൂ. അതായിരുന്നു വസ്തുത. പിന്നെ നേരത്തെ സൂചിപ്പിച്ചാൽ ഞങ്ങള് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ തന്നെയാണ് എന്നുള്ളത് ഞങ്ങളുടെ പാർട്ടി ചെയർമാൻ ശ്രീ ജോസ് കെ മാണി അവർ അസന്നിഗ്ധമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. മാത്രമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 3 മേഖലാ ജാഥയിൽ 3ാമത്തെ കക്ഷിയെ ഉൾപ്പെടുത്തുന്നത്. അതിലെ മലയോര മേഖലയിലുള്ള ജാഥ നയിക്കുന്നത് കേരള കോൺഗ്രസിന്റെ ചെയർമാൻ ശ്രീ ജോസ് കെ മാണി അവരുകളാണ്. മറ്റൊന്ന്, ഒരു ധനകാര്യമന്ത്രി എന്നുള്ള നിലയിൽ ശ്രീ KM മാണി സാർ പാലയിൽ നടത്തിയ വികസനം അത് പകൽ പോലെ എല്ലാവർക്കും അറിയാം. പക്ഷേ
ഒരു 5 വർഷം കൊണ്ടുണ്ടായതല്ലത്. 53 വർഷക്കാലം ആ മണ്ഡലത്തിന്റെ പ്രതിനിധി, 12 പ്രാവശ്യം കേരള നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിച്ച വ്യക്തി. ആ നിലയിൽ സ്വാഭാവികമായിട്ട് മണ്ഡലത്തിന് പാലയിൽ കുറെ വികസന പ്രവർത്തനങ്ങൾ വന്നിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അത് അങ്ങ് പറഞ്ഞതുപോലെ 5 വർഷം കൊണ്ടുണ്ടായതല്ല. അതാണ് അത് സംബന്ധിച്ച് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.